നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ വടക്കൻ മേഖലകളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടി ബി.ജെ.പി. പ്രദേശത്തെ വികസന മുരടിപ്പ് തന്നെയാകും തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന് ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ വ്യക്തമാക്കി. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണനാണ് നമുക്കൊപ്പം ഉള്ളത്. വലിയ പ്രതീക്ഷയോടെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി. നേരിടുന്നത്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ഏത് രീതിയിലാണ് നോർത്ത് ഭാഗങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നേ തന്നെ ബി.ജെ.പി. ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഡിസംബർ മാസത്തിൽ കരട് വോട്ടർ പട്ടിക ഇറങ്ങിയത് മുതൽ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. വോട്ട് ചേർക്കുന്നതും വോട്ട് തള്ളിക്കുന്നതും അതൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ നടന്നു. സംഘടനാ സംവിധാനം ബൂത്തിൽ വരെ ചലിപ്പിക്കുന്ന രീതിയിൽ ആ സംഘടനാ സംവിധാനത്തെ കൃത്യമാക്കിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത് കൊയിലാണ്ടി മുതലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വികസന മുരടിപ്പിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ മണ്ഡലങ്ങളെല്ലാം. കൊയിലാണ്ടിയിലാണെങ്കിൽ കൊയിലാണ്ടിയിലെ റോഡുകൾ, കൊയിലാണ്ടിയിലെ തീരദേശ മേഖലയിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ MLA ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, MLA അന്തരിച്ചു. പക്ഷേ ആ കൊയിലാണ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പിന്നെ മാത്രമല്ല, ഈ മേഖല എന്ന് പറയുന്നത് തീരദേശ മേഖലയുണ്ട്, മലയോര മേഖലയുണ്ട്, ധാരാളം കൃഷിഭൂമിയുണ്ട്, നെൽവയലുകളുള്ള പ്രദേശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കർഷകർ, അവിടുത്തെ തീരദേശ താമസിക്കുന്നവർ, അവരുടെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ, ഇതൊന്നും ഒരു തരത്തിലുള്ള പദ്ധതികളുമില്ല. ഏറ്റവും കൂടുതൽ നാളികേര കർഷകരുള്ള മേഖലയാണ്. നാളികേര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഈ പറയുന്ന കുറ്റ്യാടി മണ്ഡലത്തിലോ അല്ലെങ്കിൽ നാദാപുരത്തോ ഒന്നുമില്ല. ഏറ്റവും നല്ല തേങ്ങ എന്ന് പറയുന്നത് കുറ്റ്യാടി തേങ്ങയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ക്വാളിറ്റി എന്ന് പറയുന്നത് കുറ്റ്യാടി തേങ്ങയാണ്. പിന്നെ മറ്റൊന്ന്, തീരദേശ മേഖലയിൽ കുടിവെള്ളം എന്ന് പറയുന്നത് ഇന്നും വലിയൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വടകര മേഖലകളിൽ നിന്ന് വന്ന വാർത്ത ആഴ്ചകളായിട്ട് ശുദ്ധജലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും കുടിവെള്ളത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് നെട്ടോട്ടം ഓടേണ്ടി വരിക, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ്, നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, വടകര റെയിൽവേ സ്റ്റേഷൻ ഇന്നൊരു എയർപോർട്ട് മാതിരിയാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വലിയ വികസനമാണ്. ഗവൺമെൻറ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് വടകരയിൽ 98 കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പുതിയ ട്രെയിനുകൾക്ക് വടകരയിൽ അമൃത് ഭാരത് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ ഇടപെടലുകൾ ഈ മണ്ഡലങ്ങളിൽ വിസിബിളാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. കൊയിലാണ്ടിയിലും അതുപോലെ തന്നെ വടകരയിലും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും നാദാപുരത്തുമെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുതന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കോഴിക്കോട് നോർത്ത് ജില്ലയെ സംബന്ധിച്ചുള്ള നോർത്ത് പ്രദേശത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കുറ്റ്യാടി, വടകര തുടങ്ങിയ മേഖലകളാണ്. വലിയ വിജയപ്രതീക്ഷ, വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണൻ പറയുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.